ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ 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 ഈ എന്താ നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന OTP പ്ലാറ്റ്ഫോമിൽ ഈ നാർക്കോസ് എന്ന് പറയുന്ന സീരീസ് ഉണ്ട്. അവിടെ ഈ മെഡ്ലിൻ എന്താണ് ഈ പറയുന്ന പാബ്ലോ എസ്കോബാറിന്റെ മെഡലിൻ ആ കാർട്ടലിനെ കുറിച്ച്, എൽ ചാപ്പോ ഗുസ്മാന്റെ സിലോവിൻ കാർട്ടലിനെ പറ്റിയൊക്കെയുള്ള സീരീസ് ഉണ്ട്. അത് കാണുമ്പോൾ തോന്നാത്ത വല്ലാത്ത അമ്പരപ്പാണ്. ഇത് PV അൻവറിന്റെ ഈ 3 ദിവസത്തെ വാർത്താ സമ്മേളനം കേട്ടാൽ വട്ടാകും. അമ്മാതിരിയുള്ള വാർത്താ സമ്മേളനമാണ്. നമ്മൾ ജീവിക്കുന്ന കേരളത്തിലാണോ അതോ വേറെ ഏതെങ്കിലും ഇറ്റലിയിലോ മെക്സിക്കോയിലോ മറ്റോ ആണോ? കേരളത്തിൽ ഈ ഒരു പോലീസിന്റെ ഏറ്റവും ഉന്നതനായ ഒരു അധികാരിയുടെ നേതൃത്വത്തിൽ ഇത്രമാത്രം അധികാരത്തെ അങ്ങേയറ്റം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന അധമപ്പടികൾ നടക്കുമോ എന്ന സംശയം ചാമക്കാലയ്ക്കുണ്ടായോ? ജ്യോതികുമാർ ചാമക്കാല. ഒരിക്കലും ഉണ്ടായില്ല. കാരണം 2020 ജൂൺ മാസം 30-ാം തീയതിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്ത് നടത്തുന്നു എന്ന വാർത്ത നമ്മുടെ പുറത്തു വരികയും ഒരുപാട് ചർച്ച ചെയ്യുകയും ചെയ്തത്. അന്ന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ P ശിവശങ്കർ തുടർന്ന് ജയിലിലായതും അദ്ദേഹം ഒന്നിലധികം കേസിൽ പ്രതിയായി ജയിലാകുകയും ചെയ്തിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ, ഒരു രാജ്യത്ത് തന്നെ ഒരു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിലാകുന്നത് ഒരു പക്ഷേ ആദ്യമാകാം. ഇവിടെ നോക്കൂ, ഇവിടെ ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇത്തരം വിഷയങ്ങൾ പാർട്ടി ഒരു തീരുമാനമെടുത്താൽ ഞങ്ങളും പലപ്പോഴും ചർച്ചകളിൽ നിന്ന് വിട്ടു നിന്നിട്ടുണ്ട്. എന്താണ്, പാർട്ടി ഔദ്യോഗികമായ ഒരു തീരുമാനമെടുക്കുന്നവരെ നമ്മൾ വിട്ടുനിൽക്കും. ഇവിടെ EP ജയരാജൻ്റെ വിഷയത്തിലും ഇപ്പോൾ ഈ PV അൻവറിൻ്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയതിന് ശേഷവും പാർട്ടിയുടെ പ്രതിനിധികൾ ചർച്ചയ്ക്ക് വരുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ സംസ്ഥാനത്ത് CPM എന്തുമാത്രം പ്രതിസന്ധിയിലാണ് എന്ന് ഞാൻ പ്രത്യേകമായി പറയേണ്ടതില്ല. അത് എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് പ്രത്യേകമായി ബോധ്യമാകും. ഞങ്ങൾ പലപ്പോഴും വിട്ടു നിന്നിട്ടുണ്ട്, CPM വിട്ടു നിൽക്കാറുണ്ട്. കാരണം പാർട്ടിയിൽ ഔദ്യോഗികമായ ഒരു തീരുമാനം വരുന്നവരെ വിട്ടു നിൽക്കാറുണ്ട്. ഇവിടെ തീരുമാനം വന്നതിന് ശേഷം പോലും പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യാൻ പാർട്ടിയുടെ പ്രതിനിധികൾ വരുന്നില്ല, ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് ഇവിടെ ഹസ്കർ പറഞ്ഞ ചില വാചകങ്ങൾ എന്നെ വല്ലാണ്ട്, പിന്നെ ഹസ്കറിനെ പോലൊരു അഭിഭാഷകൻ ഇങ്ങനെ വന്ന് തേഞ്ഞൊട്ടണമായിരുന്നോ എന്നൊരു തോന്നൽ എനിക്ക് വന്നു പോവുകയാണ്. ആർജവത്തോടെ അന്വേഷിക്കാൻ തീരുമാനിച്ച മുഖ്യമന്ത്രിയാണ് പോലും. എന്നിട്ട് അദ്ദേഹം പറയുക നാടകീയമായി നടാടെയുമാണ് ഇത്തരത്തിലൊരു തീരുമാനം പ്രഖ്യാപിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ PV അൻവറൊക്കെ ഒരു വിസിൽ ബ്ലോവറായി മാറി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്ത് ബാലിശമായ വാദഗതിയാണ് ഇവിടെ ഹസ്കർ ഉൾപ്പെടെയുള്ളവർ നിരത്തുന്നത്? കേരളത്തിന്റെ ക്രമസമാധാനം ഭദ്രമാണ് എന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. ആ റിപ്പോർട്ട് കൊടുക്കുന്ന ആരാണ്? അത് ക്രമസമാധാന ചുമതലയുള്ള ADGP. ആ ADGP ആരാണ്? അദ്ദേഹം ദാവൂദ് ഇബ്രാഹിമിനെ തോപ്പിക്കുന്ന കൊടുങ്കുറ്റവാളി എന്ന് പറയുന്ന ആരാണ്? PV അൻവർ. ഏതൊരു തമാശയാണ് ജ്യോതികുമാർ ചാമക്കാല. ഞാനതിലേക്ക് വരുന്നത്, എനിക്കൂടെ എന്തെങ്കിലുമൊക്കെ നോക്കൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് CPMന്റെ സഹായത്തോടുകൂടി ഇടതുപക്ഷത്തിൻ്റെ ഒരു MLA പരസ്യമായി വന്ന് പത്രസമ്മേളനം നടത്തി ഒന്നൊന്നായി വിഷയങ്ങൾ പറയുന്നു. ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്ന, നിയമസഭയിൽ ഉൾപ്പെടെ പുറത്തും പറഞ്ഞുകൊണ്ടിരുന്ന ഈ കെടുകാര്യസ്ഥതയെക്കുറിച്ചാണ് ഇപ്പോൾ CPMന്റെ MLA പരസ്യമായി രംഗത്ത് വന്ന് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതെന്താണ്? ആദ്യത്തെ ദിവസം, താങ്കൾ ശ്രദ്ധിക്കണം, അതിനകത്ത് രാഷ്ട്രീയം കൂടി താങ്കൾ ശ്രദ്ധിക്കണം. ആദ്യത്തെ ദിവസം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പത്തനംതിട്ട SP-ക്കെതിരെയും അതുപോലെ തന്നെ തുടർന്ന് ADGP-ക്കെതിരെയുമാണ്. രണ്ടാം ദിവസം അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിലേക്കായപ്പോൾ ADGP-ക്കെതിരെയും പിന്നീട് P ശശിയിലേക്കും പോകുന്നു. ഇവിടെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേരളത്തെ ഞെട്ടിക്കുന്നത് തന്നെയാണ്. ഒരു ADGP-യെ സംബന്ധിച്ച് അദ്ദേഹം 2 കോടി കൈക്കൂലി വാങ്ങിയെന്നും അദ്ദേഹം നൊട്ടോറിയസ് ക്രിമിനലാണെന്നും അദ്ദേഹം ദാവൂദ് ഇബ്രാഹിമിൻ്റെ കളരിയിലാണ് ഇതെല്ലാം പഠിച്ചതെന്നും അദ്ദേഹം സ്വർണ്ണക്കടത്ത് കേസിന് പങ്കാളിയായിട്ടുണ്ടെന്നും അദ്ദേഹം കൊലയ്ക്ക് കൂട്ടുനിന്നിട്ടുണ്ടെന്നും അദ്ദേഹം സ്വർണ്ണ പൊട്ടിക്കൽ കേസിൽ പങ്കാളിയാണെന്നും ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള ഗുരുതരമായ ആക്ഷേപങ്ങൾ വരുന്നു. ഇപ്പോൾ പറയുന്നത് എന്താ? മുഖ്യമന്ത്രി ദൈവദൂതനായി വന്നുകൊണ്ട് ഇതെല്ലാം അന്വേഷിക്കാൻ തീരുമാനിച്ചതാണ്. ഹസ്കറെ, ഞാനും ചോദിക്കട്ടെ, ഈ വകുപ്പ് ഭരിക്കുന്നത് ആരാണെന്നേ? ഈ വകുപ്പ് ഭരിക്കുന്ന ആളുടെ പേര് പിണറായി വിജയൻ എന്നല്ലേ? ഈ വകുപ്പ്, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളുടെ പിണറായി വിജയൻ അല്ലേ? ആ പിണറായി വിജയൻ പറയുന്നു ഞാൻ അന്വേഷിക്കാൻ തീരുമാനിച്ചു. ഇയാൾ പിന്നെ ഇത്രയും കാലം കാശിക്ക് പോയിരുന്നോ? അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നേരത്തെ ശിവശങ്കറിലേക്ക് എത്തി. ശിവശങ്കർ ജയിലിൽ പോയി, തനിക്കൊന്നും അറിയില്ല. ഇപ്പോൾ ADGP-ക്കെതിരെ വരുന്നു, തൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ വരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ്റെ ഓഫീസിനെതിരായി തുടർച്ചയായി 2ാം പിണറായി സർക്കാരിലും ഇത്തരത്തിൽ കഴിഞ്ഞതിനേക്കാൾ ഗൗരവമുള്ള സ്വർണം പൊട്ടിക്കലും സ്വർണം കടത്തും കൊലയും ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച്, കൈക്കൂലിയും ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച്, ഫോൺ ചോർത്തൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് തുടർച്ചയായി അതേ പക്ഷത്ത് നിൽക്കുന്ന ഒരു MLA പറയുന്നു. അദ്ദേഹം പറയാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ചും അത് ചർച്ച ചെയ്യാനിടയായ സാഹചര്യത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത് ഇത്തരത്തിലൊരു ADGP-യിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിയായിരുന്നെങ്കിൽ ഈ MLA-ക്ക് നല്ല ആക്സസ് ഉണ്ടല്ലോ. ഈ മുഖ്യമന്ത്രിയിലേക്ക് MLA-ക്ക് ഒരു കത്ത് കൊടുത്താൽ അല്ലെങ്കിൽ ഒരു മെയിൽ കൊടുത്താൽ, ഒരു ഭരണപക്ഷത്തെ MLA ആണെങ്കിൽ ഇത്രയും തെളിവുകളുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊടുത്താൽ അത് അവസാനിപ്പിക്കാമായിരുന്നല്ലോ, അന്വേഷിക്കാമായിരുന്നല്ലോ. അപ്പോൾ ADGP അല്ല ലക്ഷ്യം എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. അവിടെ ADGP-യെ ലക്ഷ്യമിട്ടുകൊണ്ട്, അതിലൂടെ P ശശിയെ ലക്ഷ്യമിട്ടുകൊണ്ട്, അതിലൂടെ മുഖ്യമന്ത്രിയിലേക്ക് ഇപ്പോൾ എല്ലാവരും പറഞ്ഞതാണ് മുഖ്യമന്ത്രി PV അൻവറിനോടൊപ്പമാണ്. നല്ല വാദമാണല്ലോ. മുഖ്യമന്ത്രി PV അൻവറിനോടൊപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രിക്ക് മറ്റു മാർഗമില്ല.
മുഖ്യമന്ത്രി ചെകുത്താനും കടലിനും ഇടയ്ക്കപ്പെട്ടിരിക്കുക. കാരണം എന്താ, ഒരു ഭാഗത്ത് പിന്നെ പി ശശിയും അതുപോലെ തന്നെ എം ആർ അജിത് കുമാർ നിൽക്കുന്നു, ഇപ്പുറത്ത് പി വി അൻവർ നിൽക്കുന്നു. മുഖ്യമന്ത്രി ഇതിനെല്ലാത്തിനും ഇവർ രണ്ടുപേരും രണ്ട് ശരിയായി മത്സരിക്കുമ്പോൾ ഇവരുടെ രണ്ട് കൂട്ടരുടെയും എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടുനിന്നിട്ടുള്ള ആളാണ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഇടത്തോട്ടും തിരിയാൻ പറ്റില്ല, അദ്ദേഹത്തിന് വലത്തോട്ടും തിരിയാൻ കഴിയില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഇത്രയും വലിയ ക്രിമിനൽ സംഘം അത് തുടർച്ചയായി, ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാം. പി ശിവശങ്കറിനെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എഴുതി കൊടുക്കുന്ന ഏത് പേപ്പറിലും ഒപ്പിട്ട് തരുമായിരുന്നു മുഖ്യമന്ത്രി എന്ന്. ആ പി ശിവശങ്കറിന്റെ ഒരു അനുഭവം ഉണ്ടായിട്ട് പോലും ഒരു തിരുത്തലിന് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് ആ പദവിയിൽ ഇരിക്കാൻ, അദ്ദേഹത്തിന് ആ സ്ഥാനം വഹിക്കാൻ, അദ്ദേഹത്തിന് ആഭ്യന്തരമന്ത്രിയായി തുടരാൻ, ഒരു നിമിഷം തുടരാൻ അവകാശമില്ലെന്നാണ് നമ്മൾക്ക് ബോധ്യപ്പെടുന്നത്. അല്ലാതെ ഞാൻ അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന് പറയുന്നതുകൊണ്ട് എല്ലാം തീരില്ല. ഇവിടെ വ്യക്തമായ ചോദ്യം, ആഭ്യന്തര വകുപ്പ് ആരാണ് ഭരിക്കുന്നത്? സൂപ്പർ DGP ആയി ഇവിടെ എം ആർ അജിത് കുമാർ നിൽക്കുന്നു, സൂപ്പർ ഹോം മിനിസ്റ്ററായി പി ശശി നിൽക്കുന്നു. അപ്പോൾ ഇവരെ സംബന്ധിച്ച് വെറും ഒരു ആക്ഷേപമാണ്, ഒരു ആരോപണമാണെങ്കിൽ അത് മുഖ്യമന്ത്രി അറിയാതിരുന്നിട്ടുണ്ടോ? മുഖ്യമന്ത്രിക്ക് ഇന്റലിജൻസ് സംവിധാനമില്ലേ? മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഇല്ലേ? എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇതൊന്നും അറിഞ്ഞില്ല? അപ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ പരിപൂർണ പരാജയം, ഈ സംസ്ഥാനം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മോശക്കാരനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരെ എന്ന് ചോദിച്ചാൽ, ഏറ്റവും മോശക്കാരനായ മുഖ്യമന്ത്രി ആരെ എന്ന് ചോദിച്ചാൽ അതിന് ഇനി രണ്ടാമതൊരു ഉത്തരം തിരക്കേണ്ടതില്ല, സാക്ഷാൽ പിണറായി വിജയനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തെ